നമസ്കാരം. ഞാനിപ്പോൾ എൻ്റെ ഈ കലാരംഗത്തേക്ക് അല്ലെങ്കിൽ എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ എന്നെ അനുഗ്രഹിക്കുന്ന എൻ്റെ കലാരംഗത്തും എൻ്റെ ജീവിതത്തിലും ഏറ്റവും വലിയ അനുഗ്രഹമായ എൻ്റെ അറവാടമ്മ, അറവാട് ശ്രീദേവി ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. ഇതാണ് എൻ്റെ അറവാട് ശ്രീദേവി ക്ഷേത്രം. ഞാനിപ്പോൾ പരിചയപ്പെടുന്ന ക്ഷേത്രത്തേക്കൊന്ന് പറയാൻ കാരണം, ഇവിടെ ഞാൻ പഠിച്ച സ്കൂള് അതാണ് എൻ്റെ LP സ്കൂൾ. നമുക്കങ്ങോട്ട് പോകാം. അത് ഞാൻ പഠിച്ച അറവാട് ഹൈസ്കൂള്. ഇവിടെ ഞങ്ങൾ കൊച്ചിലെ കളിച്ചു വളർന്ന നാട്ടിൽ ക്രിക്കറ്റും ഫുട്ബോളും അങ്ങനെ എന്തും എന്ന ആ ഗ്രൗണ്ടിൽ ഒരു സ്റ്റേഡിയം വരികയാണ്. അപ്പം നമുക്കങ്ങോട്ട് ചെല്ലാം. നല്ല മഴയല്ലേ? എങ്കിലും കുഴപ്പമില്ല, ഇപ്പോഴേ ടൈമുള്ളൂ. സ്പീഡിൽ പോകാം, അല്ലെ മൊത്തം ഒരുപാട് വരും. മഴ കുട പോലും ഇല്ല. ഇതെൻ്റെ അറവാട് LP സ്കൂൾ. അവിടെ മീറ്റിംഗ് അസംബ്ലി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുണ്ട് ഇഞ്ഞവിടെ. ഇത് ഞാൻ പഠിച്ച അറവാട് ഹൈസ്കൂൾ. ഇപ്പോൾ ഹയർ സെക്കൻഡറി എൻ്റെ അപ്പുറത്താണ് ഹൈസ്കൂൾ. എന്താ പണി നടന്നുകൊണ്ടിരിക്കുക, സ്റ്റേഡിയത്തിൻ്റെ പണിയാണ്. ഇങ്ങനെയുണ്ട്. വെള്ളമാണോ? മലയാളി, ഹിന്ദി നെയ് മാലു. വരും, ഞാൻ വരും അങ്ങോട്ട്. ഇതുണ്ട്. ഇത് ഞങ്ങളൊക്കെ കൊച്ചിലെ ക്രിക്കറ്റും ഇതെല്ലാം നടന്ന ഗ്രൗണ്ടാണ്. കാലം മാറുന്നതിൽ ഇപ്പം നമുക്ക് ഇതിന് സ്ഥലമില്ല എന്ന് പറയും. എൻ്റെ ദൈവമേ, ഇതിന് സ്ഥലമില്ല എന്ന് പറയുന്ന പോലെ എൻ്റെ നാട്ടിൽ എൻ്റെ കളിച്ചു വിടുന്ന മണ്ണിലേക്ക് സ്റ്റേഡിയം വരുമ്പോൾ ഉണ്ട്. പണി എങ്ങനെയുണ്ട്? ഇത് നമ്മുടെ സ്കൂളിൻ്റെ വാതിക്കല്ലേ? അപ്പം ഇതെന്ത് രസം. ഞാൻ പഠിച്ച LP സ്കൂളാ, അറവാട് LP സ്കൂൾ. നീ ഓണപ്പരിപാടി മുന്നോട്ട് വന്നല്ലോ. ഇത് ഞാൻ പഠിച്ച സ്കൂളാണ്, അറവാട് LP സ്കൂള്. ഇവിടുന്നാണ് എൻ്റെ ചേട്ടൻ്റെയൊക്കെ വിദ്യാഭ്യാസം തുടങ്ങിയത്. ഇത് സ്കൂളിൽ കയറാൻ പറ്റത്തില്ല, മീറ്റിംഗ് അല്ലേ? അതെയാണ്. സ്റ്റേഡിയത്തിൻ്റെ പണി തുടങ്ങിക്കഴിഞ്ഞു. എന്നാലൊന്ന് കയറട്ടെ അല്ലേ? ഒരു ആഗ്രഹം ഇങ്ങനെയൊക്കെ ഇരുന്ന് കാണാം. നമസ്കാരം. പേരെന്ത് പേര്? ജോസ്. ചേട്ടൻ്റെ പേര്? അച്ഛൻ്റെ പേര്? രാജു. എല്ലാവരും ഒന്ന് എടുത്തേക്കണം. അവരെല്ലാം പേര് ഉണ്ണി. ഓക്കെ. ഇന്നത്തെ തീരുവോ? നാളെ കൊണ്ട് ആണല്ലേ? ഇവിടെ മാത്രമുള്ളത്? അവിടെ ഉണ്ടോ? അതും ഇവിടെ ഉണ്ടോ? അങ്ങനെ പോകാനുള്ളല്ലേ? ഇവിടെ മാത്രമുള്ളൂ ഇത് ഉള്ളല്ലേ? ഓക്കെ. ഇന്നലെ ചെസ് കളി ആര് ജയിച്ചായിരുന്നു? അച്ഛൻ്റെ പേരെന്തുവാ? മനോജ്. എൻ്റെ പേര് സന്തോഷം. നമസ്കാരം. കുഴപ്പമൊന്നുമില്ല. പേരെന്തായിരുന്നു? ഷാജി. അച്ഛൻ്റെ പേര് അജി, ബൈക്കംകാരൻ. ഇത് എൻ്റെ പ്രിയ സുഹൃത്താണ് കേട്ടോ. ഇവര് കോട്ടയംകാരാണ്. ഇവര് കുടുംബക്കാരാണ്. അതായത് അച്ഛൻ, ചിറ്റപ്പൻ, അമ്മാവൻ, അനുജൻ, ഇവരൊക്കെ എല്ലാ അമ്മുണ്ടൊക്കെ കാര്യം. അത് തന്നെ. ചേട്ടൻ്റെ പേരെന്താ? അതും മനോജ്. എൻ്റെ പേര് എൻ്റെ അഭിമാനമാണ്. 3 മനോജ് ഇവിടെ. അപ്പം ഞങ്ങളാ സീനിയോറിറ്റി. അപ്പം എങ്ങനെയുണ്ട്? വർക്കൊക്കെ ഉണ്ടോ? ആണോ? പിന്നെ ഇപ്പം നമുക്ക് ഏറ്റവും വലിയ സന്തോഷമാണ്. കാരണം ഇവിടെ ഒരു സ്റ്റേഡിയം പണിയാണ്. മൊത്തം കാണിച്ച അനിക്കുട്ട ഈ ഗ്രൗണ്ട്. ഞാൻ അന്ന് നമ്മുടെ അറവാട് നമ്മുടെ ഹൈവേ റോഡ് കാണിച്ച പോലെ ഇത് ഒരു 5 മാസം കഴിയുമ്പോൾ ഇതിൻ്റെ ഷേപ്പ് അങ്ങ് മാറും. അപ്പം രഞ്ജിത്ത്, ഒരുപാട് സന്തോഷം. രഞ്ജിത്തിൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ. നമ്മുടെ പ്രോഗ്രാമൊക്കെ ഒരുപാട് കാണുകയും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഓക്കെ, ഇവിടെ സന്തോഷം. ശരി. പിന്നെ ഞാനേ എൻ്റെ LP സ്കൂൾ കാണിച്ച്, അറവാടമ്പലം കാണിച്ച്, ഇനി
ഞാൻ പഠിച്ച ഹൈസ്കൂളിലൂടെ ഒന്ന് കാണിക്കണം. കാരണം അത് കഴിഞ്ഞിട്ട് വേണം പറയുമ്പോൾ എല്ലാം പറയണം. LP സ്കൂള്, ഹൈസ്കൂള്, പിന്നെ ആലപ്പുഴ SG കോളേജ്, ഒപ്പം തന്നെ വേറൊരു സ്കൂളിലേക്ക് ഞാൻ പോകും. കാരണം എന്നെയും എൻ്റെ ചേട്ടനെയും കലാരംഗത്ത് ഏറ്റവും കൂടുതൽ ഒരിക്കലും ഇവിടെ സപ്പോർട്ട് ചെയ്തില്ലെന്നല്ല, കലാരംഗത്ത് ഞാനും എൻ്റെ ചേട്ടനും ഇപ്പോഴിങ്ങനെ നിൽക്കുന്നെങ്കിൽ അതിന് കാരണഭൂതനായ ഒരു സ്ഥാപനമാണ് പുന്നപ്ര NSS UP സ്കൂള്. അതിലേക്ക് നമുക്ക് പിന്നീട് ഒറ്റ ഒരു ഇതിലേക്ക് നമുക്ക് പോകാം. അപ്പം നമുക്ക് തൽക്കാലം ഹൈസ്കൂളിലേക്ക് പോകാം. അതുപോലെ തന്നെ ഇതാണ് അറവാട് ഹൈസ്കൂള്. ഞാൻ പറഞ്ഞല്ലോ, അറവാട് ശ്രീദേവി ക്ഷേത്രത്തിൻ്റെ കീഴിൽ അറവാട് LP സ്കൂള്, അറവാട് ഇംഗ്ലീഷ് മീഡിയം സ്കൂള്, അറവാട് ഹൈസ്കൂള്, ഹയർ സെക്കൻഡറി സ്കൂള്, ഇത് അറവാട് ITC. അങ്ങനെ ഒത്തിരി സ്ഥാപനങ്ങളാണ്. ഞാൻ പഠിച്ച അറവാട് ഹൈസ്കൂള്. നമ്മുടെ സ്കൂളിനെ ഒന്ന് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി. ശരി. ഇത് നാഷണൽ ഹൈവേ ആണ് കേട്ടോ. തൊട്ടപ്പുറത്ത് ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയാണ് കാർമൽ പോളിടെക്നിക്ക്, കാർമൽ എഞ്ചിനീയറിംഗ് കോളേജ്, പിന്നെന്തോടാ സെൻറ്റ് ഗ്രിഗോറിയസ് കോളേജ്, കാർമൽ അക്കാഡമി, അങ്ങനെ എല്ലാം ഉണ്ട്. ഇതാണ് എൻ്റെ അറവാട് ഹൈസ്കൂള്. അകത്തോട്ട് കയറുന്നില്ല, പഠന സമയമാണ്ട് അകത്തോട്ട് കയറുന്നില്ല. അനുവാദം ചോദിച്ചാൽ സമ്മതിക്കും, പക്ഷെ വേണ്ട. ഇതാണ് എൻ്റെ അറവാട് ഹൈസ്കൂള്. ഇത് എൻ്റെ അറവാട് ഹൈസ്കൂള്. ഇത് ഞാൻ പഠിച്ച ക്ലാസ് അതാണ്. 10ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിൽ പഠിച്ചത്. ഞാൻ പഠിച്ചതിന് വരില്ല, ഞാൻ പഠിച്ച കാര്യങ്ങൾ പറയാൻ വേണ്ടിയല്ല. പുന്നപ്രയുടെ ഒരു സവിശേഷത, എൻ്റെ നാടിനെ കുറിച്ച് പറയുമ്പോൾ ഒരു അഭിമാനമില്ലേ. കാരണം ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ കുഞ്ഞ് ജനിച്ചാൽ LKG മുതൽ PG വരെ ഈ ഒരു 100 മീറ്റർ ചുറ്റളവിൽ എല്ലാ സ്ഥാപനങ്ങളുണ്ട്. ഒപ്പം തന്നെ വില്ലേജ് ഓഫീസ്, പഞ്ചായത്ത് ഓഫീസ്, ബ്ലോക്ക് ഓഫീസ്, പോലീസ് സ്റ്റേഷൻ, വണ്ടാനം മെഡിക്കൽ കോളേജ്, അങ്ങനെയെല്ലാം ഇതുണ്ട്. ഇത് നാഷണൽ ഹൈവേ ആണ്. അപ്പോൾ പുന്നപ്രയുടെ ഒരു വിശേഷം പറയുക എന്ന് പറയുമ്പോൾ ഒരു പുന്നപ്രക്കാരനാണ് എനിക്കൊരു അഭിമാനമാണ്. അതുകൊണ്ട് മാത്രം ഈ വീഡിയോ ആയിട്ട് വന്നതാണ്. പിന്നെ നമ്മൾ പഠിച്ച സ്കൂളൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. അവിടെ ഒരു സ്റ്റേഡിയം പണിയുമ്പോൾ ഒരു അഭിമാനം, ഇത്രയേ ഉള്ളൂ. അപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകർ, എൻ്റെ വീഡിയോ കാണുന്ന പ്രേക്ഷകർ കാണാത്തവരുണ്ടെങ്കിൽ കാണുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക.